കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആദ്യ കുട്ടിയാണ്. അപ്പം ആദ്യയുടെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആദ്യയുടെ അധികം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യയോടെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ് ആദ്യ. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കൊച്ചു വിശേഷങ്ങളൊക്കെ കാണുമല്ലോ. സ്കൂളിലുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രം. അതാണ് നമുക്കറിയേണ്ടത് അല്ലേ? സ്കൂളിലെ വിശേഷങ്ങൾ, ഒപ്പം വീട്ടിലെ വിശേഷങ്ങൾ. പാട്ടൊക്കെ പാടൂ? പാടും. ഓക്കെ. അപ്പം ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഈയിടെയായിട്ട് കുറെ കുട്ടികൾ വന്ന് വളരെ നല്ല അസാധ്യമായിട്ട് പാടുന്ന സിംഗേഴ്സ് തന്നെയാണ്. അതൊക്കെ ഒരുപാട് സന്തോഷം. ഏതായാലും നമുക്ക് ആദ്യത്തെ ഒരു പാട്ടോടുകൂടി നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, പോരട്ടെ. അനുൽ മേലെ പനിത്തുളി അലൈ പായും ഒരു കിളി മരം തേടും മഴത്തുളി ഇവൈതാനേ ഇവളിനി ഇമയിരണ്ടും തനിത്തനി ഉറക്കങ്ങൾ ഉரைപനി എതற்காக തടയിനി அனுல் மேலே பனித்துளி அலை பாயும் ஒரு கிளி இமை தேடும் பதில் மொழி ഇവൈതാനേ ഇവളിനി. ഓക്കെ, വെരി ഗുഡ്. നല്ല വോയിസ് ആണ് കേട്ടോ. നല്ല വോയിസ് നന്നായിട്ട് പാടുന്നുണ്ട്. ഇത് ഏതാണ് ഈ പാട്ട്? ഏതാ ഫിലിമിലാണോ? വാരണമേര അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി സ്കൂളിലെ വിശേഷങ്ങളിലോട്ടൊക്കെ പോകാം അല്ലേ? ഓക്കെ. അതിനു മുമ്പ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് സ്കൂളിലെ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ചേട്ടൻ, അച്ഛൻ, അമ്മമ്മ, അമ്മാമ്മയുടെ അച്ഛൻ, അമ്മ, അമ്മാമ്മയുടെ മാമൻ, മാമി, പിന്നെ കുഞ്ഞ, മാമൻ, അങ്ങനെ കുറെ പേരുണ്ട് വീട്ടില്. അപ്പൊ ഒരു എന്താ പറയാ, ഒരു ആഘോഷമൊക്കെ വന്നു കഴിഞ്ഞാല് അല്ലേ, എന്ത് രസമായിരിക്കും. എല്ലാരും അടിച്ച് പൊളിക്കാമല്ലോ അല്ലെ? വേറെ ആരും വേണ്ടല്ലോ. അങ്ങനാണോ? ആഘോഷങ്ങളൊക്കെ നല്ല ആഘോഷഭരിതമാക്കാറുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതൊക്കെ നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ. ഇത്രയും പേരൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ പോകുന്നുണ്ടോ? അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ബ്യൂട്ടീഷ്യനാണ്. എവിടെ, വീട്ടിൽ തന്നെയാണോ അതോ പുറത്താണോ? അല്ല, അമ്മ പഠിച്ചു. ഇപ്പൊ അമ്മയ്ക്ക് ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തന്നെയാണ്, ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ തന്നെയാണ്. അച്ഛന് സാധാ കച്ചവടങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അല്ലേ? അപ്പം ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ SM. അതെവിടെയാണ്? ഇളമ്പള്ളൂർ സ്കൂളിലാണ് അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് സ്കൂൾ ജീവിതമൊക്കെ? എങ്ങനെയുണ്ട്? ഫസ്റ്റ് സ്കൂളിൽ പോയപ്പോ എനിക്ക് അവിടെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അതെന്താ? അത് എന്നെ ക്ലാസ്സിൽ ആർക്കും അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. അതെന്ത് പറ്റി? എനിക്കിപ്പൊ ആരെങ്കിലും ഒരു കുഞ്ഞു തെറ്റ് കാണിച്ചാൽ പോലും അത് ഇഷ്ടമല്ല. എന്ന് വെച്ചാ ഇപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് പറയുന്നതല്ലേ നമ്മൾ കേൾക്കേണ്ടത്. അപ്പൊ ഒരാൾ അത് കേട്ടില്ലേ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അതുകൊണ്ടാണ് അവരത് ചെയ്തില്ല, ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ സ്കൂളിൽ ഒരു മാതൃകയായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നുമല്ല. ഇപ്പൊ എല്ലാരെയും പോലെ തന്നെ. എല്ലാരും നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് തോന്നി അല്ലേ? ചുമ്മാതിനുള്ള വിരോധങ്ങൾ പിടിച്ചു വെക്കുന്നത്. അകപ്പാടെ സ്കൂൾ ജീവിതം പറഞ്ഞാൽ വളരെ കുറച്ച് നാളൊക്കെ അല്ലേ ഉള്ളൂ. അത് വളരെ ഹാപ്പി ആയിട്ട് അങ്ങ് പോവുക അല്ലേ? ചിലപ്പോ ഒരു സ്കൂളിലെ ഒരു ചെറിയൊരു വിരോധമായിരിക്കും ചിലപ്പോ നമ്മുടെ അവസാന കാലഘട്ടം വരെ ചിലപ്പം നമ്മളെ കാണുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളെ കാണുന്ന ഒരു കാഴ്ചപ്പാട് അങ്ങനെ ആയിപ്പോ. അത് വേണ്ടല്ലോ, വേണ്ട. അവരെന്തായാലും കാണിച്ചോട്ടെ. അവര് ടീച്ചറിന്റെ കഷ്ടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഓക്കെ. നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുന്ന കാര്യമാണെങ്കിൽ മാത്രം നമ്മൾ അറ്റാക്ക് ചെയ്താൽ മതിയല്ലോ അല്ലേ? ഇപ്പൊ അങ്ങനെ പറ്റുള്ളൂ അല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പം മുടങ്ങാതെ ക്ലാസ്സിൽ പോവും. അപ്പൊ നേരത്തെ മുടങ്ങിക്കൊണ്ടാണ് ഇരുന്നത്? അത് ശരി. അതെന്താ പറ്റി? ചുമ്മാ മുടങ്ങും? ഇതുകൊണ്ടാണോ മുടങ്ങുന്നത്? അല്ലല്ല, ഞാൻ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ്. അതെന്താ പറ്റി? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നോണ്ടിരിക്കും. പനിയല്ല, എന്തെങ്കിലും അതിൽ കൂടുതലൊക്കെ ആയിരിക്കും വരുന്നത്. അയ്യോ, ഓക്കെ. ഇപ്പൊ അത് സോൾവ് ആയില്ലേ? ഇപ്പൊ സോൾവ് ആയി. ഓക്കെ. അപ്പൊ അങ്ങനെ സോൾവ് ആയിട്ട് തന്നെ പോട്ടെ. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പഠിക്കാനൊക്കെ എങ്ങനെയാണ്? മിടുക്കിയാണോ? വലിയ കുഴപ്പമില്ല. ഓക്കെ. അപ്പം അതിനോട് പാട്ടൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നു? അതിനോടൊപ്പം പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ചില്ലെങ്കിലും ഞാൻ പാട്ട് പാടും. പാട്ട് പഠിക്കാതെ അങ്ങനെ പാടുക? അങ്ങനല്ല, ഞാനിപ്പോ ഒരു ദിവസം നമുക്കിപ്പോ കുറെ പഠിക്കാനുണ്ടെങ്കിൽ പോലും പഠിച്ചില്ലെങ്കിലും ഞാൻ പാട്ട് പാടി. നമ്മുടെ ആ ഒരു ഡ്യൂട്ടി നമ്മൾ നിർവഹിച്ചിരിക്കും അല്ലേ? ഒരു ദിവസം പഠിച്ചില്ലെങ്കിലും പോട്ടെ. നമ്മള് അത് ഒരു കണക്കിന് കറക്റ്റ് ആണ്. കാര്യം എന്ന് പറയുമ്പം ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ എത്ര
കോടി ജനങ്ങൾ നമ്മുടെ ഇവിടെ മൊത്തം ഉണ്ടല്ലേ? ഇത്രയും ജനങ്ങളും നമ്മൾ ഒരു ദിവസങ്ങളിൽ ഒരു പാട്ട് കേൾക്കാതെ പോകാൻ പറ്റുന്ന ദിവസങ്ങളുണ്ടോ? ഒന്നീ കേൾവി കുറവുള്ളവരായിരിക്കണം അല്ലെ, കേൾവി ഇല്ലാത്തവരായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഒരു മൊബൈൽ റിംഗ് ടോൺ പോലും പാട്ടാണ്, മ്യൂസിക്കാണ്. അപ്പൊ അത്രയും വളരെ വിശാലമായിട്ട് കിടക്കുകയാണ് നമ്മുടെ മ്യൂസിക് ലോകം അല്ലെ. അപ്പൊ നമുക്ക് ഒരു ദിവസം പഠിച്ചില്ലെങ്കിലും നമ്മുടെ മ്യൂസിക് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. അതാണ് ആകെ ഒരു മനസ്സിന് സംതൃപ്തി തരുന്ന ഒരു കാര്യം അല്ലേ? ഓക്കെ. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര ജോളിയാണോ? അടിയൊക്കെ കൂടാറുണ്ടോ? അടി കൂടാറുണ്ട്. ഭയങ്കര ശക്തമായ അടിയൊന്നും അല്ലല്ലോ, കൊച്ചു അടിയാണല്ലോ. പക്ഷെ ആദ്യത്തെ അടി വെക്കുവാണെങ്കിൽ അത് ഭയങ്കര അടിയായി പോയനെ അല്ലേ? കംപ്ലൈന്റിങ് അടി ഭയങ്കര അടിയായി പോകും, ആരൊരു രക്ഷയും കാണത്തില്ല. ഇപ്പം കുറച്ച് കുറഞ്ഞല്ലേ? ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണ്? പാർവതി മിസ്. എന്താ പഠിപ്പിക്കുന്നത്? കെമിസ്ട്രി. എന്താണ് കെമിസ്ട്രി ആണ് ഇഷ്ടം? കെമിസ്ട്രി ഇഷ്ടമല്ല, മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? മിസ് എങ്ങനെ? നല്ല മിസ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇത് മിസ് കേൾക്കും, അപ്പൊ കുറച്ചും കൂടി ഇഷ്ടം കൂടും കേട്ടോ. അപ്പൊ മിസ് പറയോ, എന്താ പറയാ, ആദ്യ കുട്ടി മാത്രമേ ഉള്ളൂ ഇത്ര ആത്മാർത്ഥമായിട്ട് എന്നെ ഇഷ്ടമാണെന്ന് ഒരു കുട്ടി പറഞ്ഞല്ലോ, കുറച്ചും കൂടി ഇഷ്ടം കൂടും കേട്ടോ. ഓക്കെ. പിന്നെ ട്യൂഷനൊക്കെ പോകാറുണ്ടോ? ട്യൂഷന് പോകാറുണ്ട്. എങ്ങനെയുണ്ട് ഈ ഇപ്പം 9th പഠിക്കുന്നത്, അപ്പൊ 8th നിന്ന് 9th മാറിയിരിക്കുകയാണല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ 2 ക്ലാസ്സുകൾ നമ്മൾ ഒരു എന്ത് ഫീലിങ്സാ തോന്നുന്നത്? 8th നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിരുന്നു, 9th വന്നപ്പോ ഭയങ്കര ടഫാണ്. ആണോ? അതെ. അതിങ്ങനെ ഓരോ ക്ലാസിന്റെ ഒരു വേരിയേഷൻ കാണിക്കുമല്ലോ എന്തായാലും അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ ഫുൾ ഹാപ്പിയാണ് അല്ലേ? എന്ത് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അറിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം ഫീൽ ചെയ്യാറുള്ളത്? മീൻസ് ഞാൻ സ്കൂളിൽ പാട്ട് പാടാറുണ്ട് എപ്പോഴും പാട്ട് പാടുമ്പോ എല്ലാരും എന്നോട് ഇങ്ങോട്ട് വന്ന് പറയും, ഒരു പാട്ട് പാടുവോ എന്ന്. അതാണ് സന്തോഷം. ക്ലാസ്സിലെ ടീച്ചേഴ്സ് വന്നാല് പഠിപ്പിച്ചില്ലെങ്കിൽ എന്നോട് പറയും, ഒരു പാട്ട് പാട്, നമുക്ക് ആദ്യയുടെ പാട്ട് കേട്ടിട്ട് പഠിക്കാന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോ ഒരു സന്തോഷമാണ്. അതാണ് സന്തോഷം. ദുഃഖകരമായ നിമിഷങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ദുഃഖം നമ്മൾ കേൾക്കുന്നതന്നെ നമുക്ക് വേണ്ട, അത് വേണ്ട. സന്തോഷത്തിൽ തന്നെ അങ്ങ് പോട്ടെ അല്ലേ? വീട്ടിലങ്ങനെ തന്നെയാണോ? എല്ലാരും കുടുംബക്കാരെല്ലാരുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ പാട്ടും സന്തോഷമായിട്ടൊക്കെ അങ്ങനെ പാടും പാടും ആണോ? വീട്ടില് അടി അങ്ങനെ കൂടാറുണ്ടോ? ആരെങ്കിലും കേട്ടൊക്കെ അങ്ങനെ വഴക്കും? ചേട്ടനുമായിട്ട് അടി കൂടാറുണ്ട്? ചേട്ടനുണ്ടല്ലേ? ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ബികോം 3rd ഇയർ. ചേട്ടനായിട്ട് ഇടി കൂടാറുണ്ട്? എന്ത് കാര്യത്തിനാ? വെറുതെ എന്തെങ്കിലും കാര്യത്തിന്. ചേട്ടനും അനിയത്തിയൊക്കെ ആയിട്ട് ഇടി കൂടുന്നതിന് വലിയ കാര്യമൊന്നും വേണമെന്നില്ല, ചെറിയൊരു പേന പോലും മതിയാവും ഒരു കാരണക്കാരല്ലേ? ഓക്കെ. അതപ്പോ അത് രസകരമായ ഒരു നിമിഷങ്ങളാണല്ലോ, അതൊക്കെ എൻജോയ് ചെയ്ത് പോവാ അല്ലേ? എൻജോയ് ചെയ്തുള്ള ഒരു പ്രശ്നമാണല്ലോ. ഓക്കെ. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയും. പിന്നെ എവിടെങ്കിലുമൊക്കെ വിനോദയാത്രകളൊക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. ഏറ്റവും കൂടുതൽ എവിടെ പോകാനാണ് ഇഷ്ടം? എനിക്ക് എറണാകുളത്ത് പോകാനാണ് ഇഷ്ടം. എറണാകുളത്തോ? അവിടെ എന്താണ്? അവിടെയാണ് എന്റെ മാമനൊക്കെ ഉള്ളത്. മാമൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പം മാമിയുടെ വീട്ടുകാരൊക്കെ ഉണ്ട്, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കൂടെ സമയം ചെലവഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വീട്ടുകാരുടെ ഇഷ്ടമല്ല? ഇഷ്ടമാണ്, പക്ഷെ അവരെക്കാളും ഇഷ്ടമാണ് എനിക്കെന്തോ. ഓക്കെ. അപ്പൊ അവിടെയൊക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. വെക്കേഷൻ ടൈമിൽ ഫുൾ ടൈം അവിടെയാണോ? ഫുൾ ടൈം അവിടെയാണ്. ഓക്കെ. അവരൊക്കെ ഇങ്ങോട്ടൊക്കെ വിളിച്ചു വരുത്താ അവരൊക്കെ വർക്ക് ചെയ്യല്ലേ? അപ്പൊ വന്ന് നിക്കാനും പറ്റില്ല, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അവര് വന്നിട്ട് പെട്ടെന്ന് പോകുമ്പോ ഭയങ്കര മിസ് ചെയ്യാറുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് വേറൊരു അന്തരീക്ഷമാണ് അവിടുത്തെ അല്ലേ? ഇപ്പൊ സ്കൂളിൽ രാവിലെ എത്ര മണിക്ക് പോകും? സ്കൂളിൽ രാവിലെ 8 മണിക്ക് പോകും. അടുത്ത് തന്നെ അല്ലേ? അല്ല, അടുത്തല്ലേ സ്കൂൾ അല്ലേ? കുറച്ച് പോകണം. അങ്ങനെ പോകുന്നത് ലൈൻ ബസ്സിലാണോ അതോ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്? ഓക്കെ. തിരിച്ച് വീട്ടിലെത്തുമ്പോ ഒരു 5 മണിയൊക്കെ ആവും. 5 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞ പിന്നെ എന്താ പരിപാടി? 5 മണിക്ക് വന്ന് 5:30 ട്യൂഷന് പോകും. ട്യൂഷൻ 5:30 പോകണം. അത് കഴിഞ്ഞിട്ട് അപ്പൊ 6-7 മണിയാകുമ്പോൾ വരുമ്പോ തിരിച്ചു വരുമ്പോ ഫ്രീ ആകും. 7:30 ആകുമ്പോൾ തിരിച്ചു വരും. പിന്നെന്താ പരിപാടി? പിന്നെ വീട്ടിൽ വന്ന് ഹോംവർക്ക് ഉണ്ടേ ചെയ്യും. എന്നിട്ട് ഞാൻ പോയി കിടന്നിട്ട് 2 പാട്ടൊക്കെ പാടി പോയി കിടന്നിട്ട് നമ്മുടെ ഒരു റിലാക്സ് എന്ന് പറയുന്നത് ഈ പാട്ടാണ്. പാട്ട് പാടി കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ക്ഷീണവും മാറും. ഈ 2 പാട്ട് പാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും എനർജി ആയി. എന്നിട്ട് പോയി ഫുഡ് കഴിക്കും. കിടന്നുറങ്ങും. ഓക്കെ. അപ്പൊ ഒരു ജീവിതം ആകപ്പാടെ എനിക്ക് തോന്നുന്നു ഒരു സംഗീതത്തിന്റെ മുകളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു എന്തായിരിക്കും നമ്മുടെ ആദ്യയുടെ അവസ്ഥ എന്ന് ആലോചിക്കായിരുന്നു. ആകപ്പാടെ എന്ത് പറഞ്ഞാലും ആകെ 2 വരി പാടം കിട്ടുന്ന ഒരു സന്തോഷം, അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഭാഗ്യം കിട്ടിയല്ലോ. ഇതുപോലും കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പം പഠിക്കാനൊക്കെ മിടിക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ? മിടിക്കൊന്നുമല്ല, അത്യാവശ്യം പഠിക്കും. അപ്പൊ പഠിച്ച് വളരെ ഒരു നല്ലൊരു ജോലി ആയിരിക്കും നമ്മുടെയൊക്കെ ലക്ഷ്യം. അതെന്താകാനാണ് ആഗ്രഹം? എനിക്ക് സർജൻ ആവാനാണ് ഇഷ്ടം. സർജനാ? ഓക്കെ. എന്താണ് സർജൻ ആവാൻ
അങ്ങനെ ഒരു ആഗ്രഹം? എന്തോ ആ പ്രൊഫഷനോട് ഭയങ്കര ഒരു ക്രൈസാണ്. സർജൻ എന്താണ്? സർജൻ മീൻസ് സർജറി ഒക്കെ ചെയ്യുന്ന എനിക്ക് ആഗ്രഹം. നമ്മള് മേജർ സർജറീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അയ്യോ ദൈവമേ, ഈ സന്തോഷിപ്പിക്കുന്ന ആളാണോ ഇതൊക്കെ ചെയ്യാൻ പോണേ? അല്ല, ഞാൻ കുറച്ച് സർജറീസ് എനിക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അതിന്റെ പ്രതികാരം ആരിലൂടെങ്കിലും തീർത്തെടുക്കുക. പിന്നെ ആരാഗ്രഹവും, അത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും അനുഭവിച്ചതിന്റെ വേറെ മറ്റൊരാളും കൂടെ അറിയട്ടെ, അല്ലേ? എന്നാ പിന്നെ സർജറി അയക്കണം, സർജൻ അയക്കണം. ഓക്കെ. അപ്പൊ എന്തായാലും സർജൻ മോശമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നല്ല ഒരു ജോലി തന്നെ. ഒരുപാട് പേരെ നമ്മൾക്ക് രക്ഷിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് വലിയ പുണ്യമല്ലേ? ഡോക്ടർ എന്നൊക്കെ പറയുന്ന പുണ്യമാണല്ലോ, അല്ലേ? ഡോക്ടർ ആവാനാണ് ആഗ്രഹം. അപ്പൊ അതിനോട് ഇപ്പോഴേ തയ്യാറെടുപ്പ് തുടങ്ങിയോ? തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടൊന്നുമില്ല. എനിക്ക് സയൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. സയൻസ് ഞാൻ പഠിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണ്, ഏത് സബ്ജക്റ്റിനാണ്? ഏറ്റവും കൂടുതൽ മാർക്ക് അങ്ങനൊന്നുമല്ല. എനിക്ക് ഇപ്പോ ഈ പ്രാവശ്യം ഒരു വിഷയത്തിന് കൂടിയാല് അടുത്ത പ്രാവശ്യം അതിന് കുറയും, അങ്ങനെയാണ്. സോൾവ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നതാണോ അത്? ഇംഗ്ലീഷിന് നല്ല മാർക്ക് കിട്ടും, പിന്നെ ഹിന്ദിക്ക് നല്ല മാർക്ക് കിട്ടാറുണ്ട്. പക്ഷെ എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ല. ചിരിക്കാറുണ്ടോ? ഞാനോ? എപ്പോഴും ചിരിക്കാറുണ്ട്. എപ്പോഴും ചിരിക്കാറുണ്ടോ? അയ്യോ, എല്ലാരും വന്ന് ഇങ്ങോട്ട് ചോദിക്കും, ആദ്യം ഒന്ന് ചിരിക്കാതിരിക്കൂ, എപ്പോഴും ഒന്നിനെ ചിരിക്കുന്നൊക്കെ ചോദിക്കും. ആണോ? ആ ചിരി എന്ന് വെച്ചാൽ വലിയൊരു പോസിറ്റീവ് എനർജി അല്ലേ? അതെ അതെ. അല്ലേ? എപ്പോഴെങ്കിലും സങ്കടപ്പെടാറുണ്ടോ? സങ്കടപ്പെടാറുണ്ട്. അത് എന്ത് കേൾക്കുമ്പോഴാണ് സങ്കടം വരുന്നത്? കൂടുതൽ എന്നെ പറ്റി ഓരോരുത്തർ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോ സങ്കടം വരും. അതേ ഉള്ളൂ. അതൊരു കുഞ്ഞു സങ്കടമാണ്. അത് നമുക്ക് സോൾവിങ് ആയിക്കോളും, കുഴപ്പമില്ല, അല്ലേ? ഒന്ന് നമുക്ക് മറ്റുള്ളവർ നമ്മളിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കൂടുതലായിട്ട് കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ അവര് വിഷമിപ്പിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവാറുള്ളത്. മറ്റുള്ളവരിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്ത ഫീൽ ചെയ്യണം, അല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്ത ഉണ്ടോ? വ്യത്യസ്തത എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലും കഴിവുകൾ വല്ലതും ഉണ്ടോ? ഞാൻ പാടുന്നതിനോട് പലർക്കും ഒരു വിരോധമുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്തെങ്കിലും നമുക്കൊരു ആക്ടിവിറ്റീസ് നമുക്ക് കാണും, ചിലപ്പോൾ അത് ഉൾക്കൊള്ളാം. പക്ഷെ നമ്മുടെ മോശമായത് കൊണ്ടോ ദേഷ്യം കൊണ്ടൊന്നും അല്ല. അവർക്ക് സാധിക്കാതെ പോകുന്ന ഒരു കാര്യം നമ്മൾക്ക് ഇവിടെ സാധിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ചെറിയൊരു ദേഷ്യം എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല, വിരോധികളും അല്ല. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ കാണാവുള്ളൂ, കേട്ടോ? നമ്മളെപ്പോഴും നമ്മൾ എൻജോയ് ചെയ്ത് പോവാ. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തി നമ്മളത് ആസ്വദിക്കുക, അത്രേ ഉള്ളൂ, അല്ലേ? മറ്റുള്ളവരുടെ ദുഃഖത്തിലും പങ്കുചേരണം. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടോ? ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് തീർത്ഥ പി ആർ. അവർ നിങ്ങളെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണോ? ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഓക്കെ. അത് പാട്ടൊന്നും പാടത്തില്ല? നമ്മുടെ പാട്ടൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു കൂട്ടുകാരിയായിരിക്കും അതല്ലേ? ആ ഒരു ഹാപ്പി ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനത്തെ സന്തോഷം നീണ്ടു അങ്ങനെ പോട്ടെ. ഇപ്പൊ ഭാവിയില് നല്ലൊരു സർജൻ ആവണമെന്ന് പറഞ്ഞു, പാട്ടുകാരി ആവണ്ടേ? ഒപ്പം ആവണമെന്നുണ്ട്. പാട്ടൊക്കെ പഠിക്കാതെ എന്താ? പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. പഠിക്കുന്നുണ്ടോ? ഓക്കെ. എത്ര ആളാണ് പഠിക്കുന്നത്? ഞാൻ 2ാം കാലം വരെ പോയുള്ളൂ, അത് കഴിഞ്ഞ് പോയില്ല. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൊരു സർജറി. 2ാം കാലം? 2ാം കാലം തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ കുറെ ലീവായി പോയി. സ്വാഭാവികം. കണ്ടിന്യൂ ചെയ്യണം. നാളെ തൊട്ട് പോകും. നാളെ തൊട്ട് തന്നെ പോകണം. അതെന്തായാലും ഇവിടെ കുറച്ച് തീരുമാനം എടുത്തോളൂ. നാളെ തൊട്ട് ഇനി പോയേ പറ്റൂ. കാര്യം ഇനി ജനക്കുള്ള ഇനി ഓരോ ഇതുകൾ വരും. അപ്പൊ നമുക്ക് അതിനകത്തൊക്കെ പാടണം, കേട്ടോ? നന്നായിട്ട് പാടുക. നല്ലൊരു വോയിസ് ആണ്. പാടാനുള്ള എല്ലാവർക്കും നമുക്കൊന്നും സാധിക്കില്ല. എല്ലാവർക്കും ഒന്നും പാട്ട് പാടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാഗ്രഹമേ ഉണ്ടാവുള്ളൂ. അത് പുറത്ത് ശബ്ദമായിട്ട് പുറത്ത് വരണ്ടേ? അതൊക്കെ കിട്ടുന്നൊരു ഭാഗ്യമാണ്. അതിന് 2 കൈ നീട്ടി ബ്ലസ് ചെയ്യണം, കേട്ടോ? അപ്പൊ അങ്ങനെ നല്ലൊരു പാട്ടുകാരി ആവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം നല്ലൊരു സർജൻ ആവട്ടെ. അപ്പൊ നമ്മൾ അറിയത്തില്ല ആരൊക്കെയാണ് നമ്മുടെ അടുത്ത് പോകേണ്ടി വരുമെന്നും അറിയാൻ പറ്റില്ല, അല്ലേ? സർജൻ ആവട്ടെ. അമ്മ ബ്യൂട്ടീഷ്യൻ എന്നല്ലേ പറഞ്ഞേ? അപ്പൊ അതിലൊരു ടേസ്റ്റ് ഒന്നുമില്ല? മേക്കപ്പിനോടൊരു ക്രേസൊക്കെ ഉണ്ട്. ആ ഒരു മേഖലയോട് പോകാൻ താല്പര്യമില്ല. ഓക്കെ. എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ സാധീകരിക്കട്ടെ. അപ്പൊ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? ഒരു പാട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്നായിരിക്കുന്നതാണ്. ഓക്കെ, പാടിക്കുള്ളൂ. നിനക്കായി ഞാൻ പാട്ടു പാടുമ്പോൾ എനിക്കായി നീ കാത്തു നിന്നില്ലേ? നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോൾ നീ എനിക്കായി കാത്തു നിന്നില്ലേ? നീ എൻ്റെ സ്വപ്നമല്ലേ, നീ എൻ്റെ സ്വർഗമല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളിരല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളിരല്ലേ.
ഉയിരല്ലേ. ഇത് മാർഗംകളി സിനിമയിലാണ്. സിനിമയിലെ പാട്ടിലാണ്. അപ്പം എനിക്ക് തോന്നി പാട്ട് സെലക്ഷനൊക്കെ ഞാൻ കേട്ടിട്ട് ഇങ്ങനെ ഒരു വ്യത്യസ്തപരമായിട്ടുള്ള പാട്ടുകളാണല്ലോ സെലക്ട് ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, എന്തായാലും നല്ലൊരു പാട്ടുകാരിയാവട്ടെ, അതിനോടൊപ്പം തന്നെ നല്ലൊരു സർജൻ ആകട്ടെ. താങ്ക് യു താങ്ക് യു. ഇനി ഒരു പക്ഷേ ഇനി എന്തെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം മാറിയാൽ അതും ആകട്ടെ, സക്സസ് ആവട്ടെ. എനിക്കറിയില്ല, ചിലപ്പോൾ ഇനി 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മള് ഡിഗ്രി ഒക്കെ എടുത്ത് വരുമ്പോഴത്തെ വീട് നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോ ഒന്ന് മാറിപ്പോയാലോ? ഇന്നതാകാം, ഇല്ല ചിലപ്പോ മാറുമായിരിക്കും, ചിലപ്പോൾ മാറുമായിരിക്കും. എന്തായാലും അങ്ങനെ അന്ന് മാറിയാലും ശരി തന്നെ, അതിനും എന്റെ ബെസ്റ്റ് വിഷസ് ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം എന്താ പറയാ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.